നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയർ ദോശ ഉണ്ടാക്കിയാലോ. ദിസ് റെസിപ്പീസ് ക്രെഡിറ്റ്സ് ഗോസ് ടു FTS ഫിറ്റ് ലൈഫ്. ഞാൻ ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഡയറ്റീഷ്യൻ തന്ന ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ. തലേ ദിവസം രാത്രി തന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുക. കുതിർത്ത ശേഷം രാവിലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ആ കുതിർത്ത ചെറുപയർ ഇടുക. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് ജീരകം, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക. ലേശം വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ, എങ്കിലേ പേസ്റ്റാക്കി കിട്ടത്തുള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ലൂസായി പോയാൽ ദോശ അല്ലാതെ കൊഴുക്കട്ട കണക്കാവും, ഒന്നും ആവത്തില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഓർമ്മിച്ചത് കായം ഇടാൻ മറന്നു. അപ്പോൾ ലേശം കായം പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക. അതാ നമ്മുടെ ദോശ മാവിനൊക്കെ എടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് ലൂസും ആവാൻ പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ശ്രദ്ധിക്കുക, ലൂസായാൽ ദോശയായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് സാധാരണ നമ്മുടെ ദോശമാവിനെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. കഴിഞ്ഞു, സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ദോശക്കല്ലിൽ ചുട്ട് കഴിക്കാവുന്നതാണ്. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക, ഒന്നും വേണ്ട, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. തലേ ദിവസം ചെറുപയർ കുതിർക്കാനിടണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഞാൻ നമ്മുടെ ചെറുപയർ ദോശയുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കലക്കി നോക്കിയപ്പോൾ അത്രയും ലൂസ് അല്ലാത്തത് കൊണ്ട് കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു. ഈ ഒരു കൺസിസ്റ്റൻസിയിലെടുക്കുക. ഇതിൽ വെള്ളം കൂടിയാൽ ശരിയാവത്തില്ല. കുറച്ച് നേരം ഒരു 5-10-15 മിനിറ്റ് നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ തന്നെ ചൂടാം കേട്ടോ. ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ദോശക്കല്ലെല്ലാം ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു തവയും നമ്മുടെ ചെറുപയർ ദോശ മാവ് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഷൂ എന്ന് പറഞ്ഞ് നന്നായിട്ട് വട്ടം ചുറ്റിയെടുക്കുക. നമ്മുടെ സാധാ ദോശ കിട്ടും പോലെ തന്നെ കിട്ടും. പിന്നെ ടേസ്റ്റ് വന്നിട്ട് ചെറുപയറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ലേശം നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നെയ്യ് ഒഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ആവും. ഞാൻ സാധാരണ നെയ്യൊന്നും ഒഴിക്കാറില്ല, പക്ഷേ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൊണ്ട് ലേശം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇട്ട് മൊരിച്ച് വേണേലും എടുക്കാം, രണ്ട് സൈഡും മറിച്ചും തിരിച്ചിട്ട് വേണേലും മൊരിച്ചെടുക്കാം. വേദയ്ക്ക് കൊടുക്കാനാണ് ഞാൻ ഈ ദോശ ചുടുന്നത്. അപ്പോൾ വേദയ്ക്ക് മറിച്ചിട്ടാലേ വേദയ്ക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അങ്ങോട്ടേക്ക് മറിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അല്ലാതെ ഇങ്ങനെ വെച്ചും നന്നായിട്ട് മുരിച്ചെടുക്കാം. നല്ല ഗീ റോസ്റ്റ് പോലെ കിട്ടും. കണ്ടോ, നമ്മുടെ ദോശ അടിപൊളിയായിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനോടൊപ്പമുള്ള സൂപ്പർ കോമ്പിനേഷൻ എന്താണെന്നറിയോ? നല്ല തേങ്ങാ ചമ്മന്തി, വെള്ള കളറിലിരിക്കുന്ന തേങ്ങാ ചട്നിയാണ് ഇതിൻ്റെ കിടിലൻ കോമ്പിനേഷൻ. പക്ഷേ ഇന്ന് ഇവിടെ ഇതിനോടൊപ്പം കഴിക്കാൻ ഇതിന് കൂട്ടായിട്ടുള്ളത് സാമ്പാറാണ് കേട്ടോ. സാമ്പാറിനെക്കാട്ടി എല്ലാം കൂടുതൽ ടേസ്റ്റ് വൈറ്റ് ചട്നിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മുടെ ചെറുപയർ ദോശയും സാമ്പാറും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്.